കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും എടപ്പാൾ കുളങ്കര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. യുദ്ധത്തിൽ വീരചർമ്മം പ്രാപിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം KSESL സംസ്ഥാന രക്ഷക സമിതി അംഗം വർഗീസ് കാപ്പിൽ നിർവഹിച്ചു. ഇന്ത്യയിലെ വിമുക്തഭടന്മാർ അവരോട് ഈ ഗവൺമെന്റ് ചെയ്ത ചൂഷണത്തിനെതിരായിട്ട് സ്വയം സംഘടിച്ച ഒരു വർഗമാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാതെ സമൂഹത്തിൽ മാന്യമായ അംഗീകാരം ലഭിക്കാതെ നിലനിന്ന ഒരു വിഭാഗമാണ് വിമുക്തഭടന്മാർ. വിമുക്തഭടന്മാർ ഇന്നൊന്നും ഉണ്ടായതല്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധം ചെയ്തിട്ടുള്ളവരുണ്ട്. അന്ന് പിരിച്ചുവിട്ടത് എത്രയെന്ന് പോലും നമുക്കൊരു കണക്കില്ല. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്ത യോദ്ധാക്കളെ കുറിച്ച് വളരെയേറെ ചരിത്രങ്ങളുണ്ട്. അതായത് ഇറാഖിൽ ഇന്ന് കാണുന്ന ബസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ ഭടന്മാർ മരിച്ചത് 31,000 പേരാണ്. KSESL ബ്ലോക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണൻ മഞ്ഞക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PP മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി MP ഗോപിനാഥൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MC പ്രഭാകരൻ, KSESL പൊന്നാനി ബ്ലോക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് ധനലക്ഷ്മി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. അജിത് സ്വാഗതവും P രാമൻ നന്ദിയും പറഞ്ഞു. വിരമിച്ച സൈനികർക്ക് ലഭ്യമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും OR, OP, ECHS, CSD തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളും 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത് വിരമിച്ച സൈനികരെയും ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. NCV ന്യൂസ്, എടപ്പാൾ. Calicut Notebook, Fusion Experience with a slice of Malabar. Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.